ചാമുണ്ഡി മലനിരകളുടെ മുകളിലുള്ള ചാമുണ്ഡി ക്ഷേത്രം മൈസൂരിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രമായി കണക്കാക്കിപ്പോരുന്നു. കാരണം ചാമുണ്ഡി ദേവി അല്ലെങ്കിൽ ചാമുണ്ഡേശ്വരി മൈസൂരിന്റെ അധിപദേവതയാണ്. മൈസൂരിലെ രാജകുടുംബം നൂറുകണക്കിന് വർഷങ്ങളായി ആദരിച്ചു പോരുന്ന ദേവതയാണ് ചാമുണ്ഡേശ്വരി. തുടക്കത്തിൽ ക്ഷേത്രം ചെറുതായിരുന്നുവെങ്കിലും കഴിഞ്ഞ ഏതാനും നൂറ്റാണ്ടുകളായി മൈസൂർ മഹാരാജ കുടുംബത്തിന്റെ സഹായങ്ങളുടെയും വികസനത്തിന്റെയും ഫലമായി ഇതൊരു വലിയ ക്ഷേത്രമായി മാറി. പുരാതന കാലത്ത് ഈ ക്ഷേത്രത്തിൽ മനുഷ്യരെയും മൃഗങ്ങളെയും ബലിയർപ്പിച്ചിരുന്നുവെങ്കിലും 18ാം നൂറ്റാണ്ടിൽ ഇവയെല്ലാം നിർത്തലാക്കപ്പെട്ടു. ചാമുണ്ഡേശ്വരി ദേവിയുടെ ക്ഷേത്രം ഒരു ശക്തിപീഠമല്ലെങ്കിൽ ശക്തമായ ഊർജ്ജ കേന്ദ്രമായതിനാൽ ലോകത്തിലെ 18 മഹാശക്തിപീഠങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ ക്ഷേത്രം. വേദയുഗത്തിൽ ക്രൗഞ്ചപുരി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രദേശമായതിനാൽ ഇതിനെ ക്രൗഞ്ചപീഠം എന്നും വിളിച്ചു പോരുന്നു. മൈസൂർ നഗരത്തിൽ നിന്നും 13 കിലോമീറ്റർ അകലെയായി ചാമുണ്ഡി കുന്നിന് മുകളിലായാണ് ചാമുണ്ഡേശ്വരി ദേവിയുടെ പുണ്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അസുരന്മാരായ ചണ്ഡൻ, മുണ്ട എന്നിവരെയും അസുരന്മാരുടെ അജയനായ രാജാവായ മഹിഷാസുരനെയും വധിച്ചവളായി ചാമുണ്ഡേശ്വരി ദേവി അറിയപ്പെടുന്നു. സ്കന്ദപുരാണം ഉൾപ്പെടെയുള്ള പുണ്യപുരാതന ഗ്രന്ഥങ്ങൾ ത്രിമൂഢക്ഷേത്രം എന്നറിയപ്പെട്ടിരുന്ന ഒരു പുണ്യസ്ഥലത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഇത് 8 കുന്നുകളാൽ ചുറ്റപ്പെട്ടതായി വിശ്വസിക്കപ്പെടുകയും ചാമുണ്ഡി കുന്നുകളായ 8 പുണ്യപർവ്വതങ്ങളിൽ ഒന്നാണെന്ന് വിശ്വസിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ പ്രദേശത്തെ 8 പുണ്യപർവ്വതങ്ങൾക്ക് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പുരാതനമായ ക്ഷേത്രമായ മഹാബലേശ്വര ക്ഷേത്രത്തിൽ ആരാധിക്കപ്പെടുന്ന ശിവനെ ആരാധിക്കുന്നതിനായി വളരെ കാലം മുൻപ് ഈ കുന്ന് മഹാബലദ്രി എന്നും അറിയപ്പെട്ടിരുന്നു. എന്നിരുന്നാലും പിന്നീട് ദേവി മഹാത്മ്യത്തിലെ പ്രധാന കഥാപാത്രങ്ങളിലൊന്നായ ചാമുണ്ഡി ദേവിയുടെ ബഹുമാനാർത്ഥം ഈ കുന്നിനെ ചാമുണ്ഡി ഹിൽസ് എന്ന് പുനർനാമകരണം ചെയ്തു. ശിവന്റെ ഭാര്യയായ പാർവതി ദേവിയുടെ രൂപമാണ് ചാമുണ്ഡി ദേവി എന്നതിനാൽ ചാമുണ്ഡി ദേവിയുടെ ക്ഷേത്രത്തിന് അനുഗ്രഹങ്ങൾ നൽകാനുള്ള പരമോന്നത ശക്തിയുണ്ട്. അതിനാൽ എല്ലാ വർഷവും നിരവധി ആളുകൾ കർണാടകയിലും ഇന്ത്യയിലുമുടനീളം ഈ ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടനം നടത്തുന്നു. കർണാടകയുടെ മഹത്തായ പാരമ്പര്യം പ്രകാരം 1000-ലധികം വർഷം പഴക്കമുള്ള ചാമുണ്ഡേശ്വരി ക്ഷേത്രം തുടക്കത്തിൽ ചെറുതായിരുന്നു. 1399 AD വോഡയാർ വംശജർ മൈസൂർ രാജ്യത്തിന്റെ ഭരണം ഏറ്റെടുത്തപ്പോൾ ദേവി ആരാധനയോടുള്ള ഇഷ്ടം കാരണം വോഡയാന്മാർ ചാമുണ്ഡേശ്വരി ദേവി അവരുടെ കാവൽ ദേവതയായി സ്വീകരിച്ചു. 1659 ദേവാലയം സ്ഥിതി ചെയ്യുന്ന 3000 അടി ഉയരമുള്ള കുന്നുകളിൽ എത്തിച്ചേരാൻ 1000 പടികളുള്ള കുത്തനെയുള്ള ഒരു ഗോവേണിയും നിർമ്മിച്ചു. മൈസൂരിന്റെ കിരീടത്തിലെ രത്നം എന്നറിയപ്പെടുന്ന ചാമുണ്ഡി ഹിൽസ് സ്വർഗം പോലെയാണ്. ജന്തുജാലങ്ങളാലും സസ്യജാലങ്ങളാലും ജീവജാലങ്ങളാലും സമ്പന്നമാണ് ഇവിടുത്തെ വനങ്ങൾ. ചാമുണ്ഡി ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യയെ സംബന്ധിച്ചിടത്തോളം ദ്രാവിഡ ശൈലിയിൽ നിർമ്മിച്ച ഒരു ചതുരാകൃതിയിലുള്ള കെട്ടിടമാണ്. ഇതിനൊരു പ്രധാന വാതിൽ, ഒരു പ്രവേശന കവാടം, നവരംഗ ഹാൾ, അന്തരാള മണ്ഡപം, സങ്കേതം, പ്രകാര എന്നിവയുണ്ട്. പ്രവേശന കവാടത്തിൽ ആകർഷകമായ 7 നിലകളുള്ള ഗോപുരം സ്ഥിതി ചെയ്യുന്നു. ഇവയ്ക്ക് പുറമെ ശ്രീകോവിലിന് മുകളിൽ ഒരു ചെറിയ ഗോപുരവും ശിഖരയിൽ 7 സ്വർണ്ണ കലശങ്ങളും സ്ഥാപിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ശ്രീകോവിൽ 8 കൈകളുള്ള ഇരിക്കുന്ന പോസിലുള്ള ദുർഗയുടെ ഒരു ശിലാരൂപമുണ്ട്. ഈ വിഗ്രഹത്തെ സിംഹാസനസ്ഥനാക്കിയത് അനശ്വരനായ മാർക്കണ്ഡേയ മഹർഷിയാണ് എന്നതാണ് ഐതിഹ്യം. മഹാദേവിയെ തന്നെ പ്രതീകപ്പെടുത്തുന്ന ശ്രീചക്രത്തിന്റെ ഒരു ചിത്രവും ക്ഷേത്രത്തിൽ ആരാധിക്കപ്പെടുന്നു. ശ്രീകോവിലിന്റെ പരിസരത്ത് നന്ദി, ശിവന്റെ പർവ്വതം എന്നിവയും നമുക്ക് കാണാൻ സാധിക്കും. മനോഹരമായ ഭീമാകാരമായ കറുത്ത ഗ്രാനൈറ്റിൽ നിർമ്മിച്ച നന്ദിയുടെ പ്രതിമ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്നു. 15 അടി ഉയരവും 24 അടി നീളവുമുള്ള ഈ നന്ദിയുടെ പ്രതിമ കഴുത്തിൽ മനോഹരമായ ഒരു മണിമാല അണിഞ്ഞിരിക്കുന്നു. ചാമുണ്ഡേശ്വരി ക്ഷേത്രത്തിന് മുൻപായി കൈകളിൽ വാളും സർപ്പവും പിടിച്ചിരിക്കുന്ന മഹിഷാസുരൻ എന്ന അസുരന്റെ ഒരു വലിയ പ്രതിമയുമുണ്ട്.